മീഡിയ കേരള ടീം വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എക്കോ പാർക്കിലാണ്. ഇന്നിവിടെ വന്നപ്പോൾ നമ്മൾ ഒരു കുടുംബത്തെ കണ്ടു, സംഗീത കുടുംബം. ഏകദേശം ഒരു 65 വർഷക്കാലമായി കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സംഗീത് ഓർക്കസ്ട്ര എന്ന പേരിൽ ഈ ഓർക്കസ്ട്രയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ളവരൊക്കെ കുടുംബങ്ങളാണ്. അച്ഛൻ, അമ്മ, ചെറുമക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ ഈ ഒരു സംഗീത കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ട്രൂ മീഡിയ കേരള ടി വി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. காலேஜ் டீனேஜ் பெண்கள் எல்லோருக்கும் பெண் மீது கண்கள். இளமை இதோ இதோ, இனிமை இதோ இதோ. வாலிபத்தின் மன்னவன் லலல்ல, லீலகளில் மன்னவன் ராத்திரியில் சந்திரன், ரசிககளில் இந்திரன். நானாடும் ஆட்டம் பாருங்க, சிகரேஜ் கூடுங்கோள். நானாடும் ஆட்டம் பாருங்க, கைத்தாளம் போடுங்கோள். ஊர் வெற்றி வேல் வேர் வாங்குவே, நான் தான் சகலகலா வல்லவன். இளவை இதோ இதோ, இனிமை இதோ இதோ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഗീത കുടുംബമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ. ഏകദേശം ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കസ്ട്ര ഗ്രൂപ്പൊക്കെ തുടങ്ങി കണ്ണൂർ സംഗീത് ഓർക്കസ്ട്ര. നമ്മുടെ ഇവരുടെ പാട്ടൊക്കെ കേട്ടു. സംഗീത കുടുംബമാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചറിയാം. ആദ്യം തന്നെ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ശെൽവരാജ്. അച്ഛൻ്റെ പേര് മത്സരാജ്. അപ്പോൾ ഒരു കലാ കുടുംബം 60 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം എത്ര വർഷമായി നമ്മുടെ ഈ സംഗീത ഓർക്കസ്ട്ര, കണ്ണൂർ സംഗീത ഓർക്കസ്ട്ര? 1962 തുടങ്ങി. അച്ഛൻ തുടങ്ങി വെച്ചു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സംഗീതത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ച ആളാണ് കൂടുതലായിട്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അന്നത്തെ നെഹ്റു ഗവൺമെൻറ് അച്ഛനൊരു കത്തയച്ചിരുന്നു, ജനങ്ങളെ ഭീതിയിൽ നിന്നും ഒഴിവാക്കാൻ കേരളം മുഴുവൻ നടന്ന് ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കണമെന്ന് പറഞ്ഞിട്ട് നെഹ്റു. അപ്പോൾ ഒരു ഏകദേശം 1.5 വർഷത്തോളം അച്ഛനും അച്ഛൻ്റെ ഒരു തബലിസ്റ്റ് ലാസർ എന്ന് പറഞ്ഞവരും ഏകദേശം 1.5 വർഷം കേരളം മുഴുവൻ നടന്ന് ഗാനങ്ങൾ ആലപിച്ചിരുന്നു, ദേശഭക്തി ഗാനങ്ങൾ, ജനങ്ങളെ ഭീതിയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുടുംബാസൂത്രണപരമായിട്ട് ഗാനങ്ങൾ ആലപിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്. അച്ഛൻ തുടങ്ങി വെച്ചതാണ് നമ്മുടെ ഈ സംഗീതം. 1960 കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ ഒരു ലളിതഗാന മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 5 പേരാണ് പങ്കെടുത്തത്. അതിൽ അച്ഛനാണ് ലളിതഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അന്ന് ആ കാലഘട്ടത്തിൽ യേശുദാസും ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ അച്ഛനാണ് അന്ന് ഫസ്റ്റ് കിട്ടിയത്. ഒരുപാട് കലാകാരന്മാരെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആളാണല്ലേ. പിന്നെ അച്ഛനെ കുറിച്ച് വേറെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്? കുറേ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയിൽ സംഗീത സംവിധാനം ചെയ്തതിന് കുറേ ശിഷ്യന്മാർ ഉണ്ട്. കണ്ണൂർ രാജൻ മുതൽ കുതിരോട്ടം പപ്പു, രാജൻ ബീത്, പിന്നെ മച്ചാട്ട് വസന്തി എന്ന് പറയുന്നൊരു ഗായിക, അങ്ങനെ കുറേ പേര് ശിഷ്യന്മാരായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് നിങ്ങളുടെ കുടുംബം തന്നെ ഇപ്പോൾ ഒരു സംഗീത കുടുംബമായി മാറിയിരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു മീഡിയയിലൂടെ നമ്മളിത് സംപ്രേഷണം ചെയ്യുന്നത്.
ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ ഇവരെല്ലാം പാടിത്തരും. അപ്പോൾ നമ്മുടെ കണ്ണൂർ വത്സരാജ് സാറിൻ്റെ രണ്ടാമത്തെ മകനാണ്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സംഗീത കുടുംബമാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ, അച്ഛനെ കുറിച്ച് പറയാനും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു സംഗീത യാത്രകളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചാൽ. എന്താ പേര്? സംഗീത്. സംഗീതം തന്നെയാണ്, കണ്ണൂർ സംഗീതം. അപ്പോൾ അച്ഛൻ മോൻ്റെ പേര് തന്നെ ഓർക്കസ്ട്ര ഇടുകയും ചെയ്തല്ലേ. എന്താണ് അച്ഛനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളെ ഏട്ടമൂപ്പർ അച്ഛനെ കുറിച്ച് കുറേ പറഞ്ഞു, എന്നാലും കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. പിന്നെ കണ്ണൂരിൽ ഒരുപാട് പഴയ ആർട്ടിസ്റ്റുകൾ നമ്മളെ ഫാദർ കീഴിൽ സംഗീതം ചെയ്തിട്ട് വന്നവരാണ്. ഒന്നാമത് കണ്ണൂർ രാജമാഷ്. കണ്ണൂർ രാജമാഷ് നമ്മളെ ഫാദർ കീഴിലാണ് കുറേ കാലം സംഗീതം അഭ്യസിച്ചത്. അതുപോലെ കുതിരവട്ടം പപ്പു, രാജൻ പി ദേവ്, പാലയാട് യശോദ, പിന്നെ മച്ചാട്ട് വാസന്തി, പിന്നെ കണ്ണൂർ ശ്രീലത, കുതിരവട്ടം പപ്പു, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഫാദർ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ട് പോയവരാണ്. അച്ഛൻ്റെ ഈ ഒരു കഴിവ് നമ്മുടെ ഈ ഒരു അന്ന് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല. ഇന്ന് നമ്മളിപ്പോൾ ഒരു പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ജനങ്ങളിലെത്തി. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, മരിക്കുന്ന സമയത്ത് ഈ ഒരു ആദരവൊന്നും അച്ഛന് കിട്ടിയിട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു കത്തയച്ചു. അതെ, ഇന്ത്യയിൽ ഉടനീളം പിന്നെ പാട്ട് ആലപിച്ചിട്ട് ജനങ്ങളെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ട് ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ട് അങ്ങനെ നിയമിച്ച വ്യക്തിയാണ് നമ്മുടെ ഫാദർ. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാദർ പിന്നെ കേരള ഗവൺമെൻറ് നിയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആദരവ് പിന്നീട് കിട്ടിയിട്ടില്ല. പിന്നെ ഒന്നാമത് സോഷ്യൽ മീഡിയ ഇല്ലാത്തതും വലിയൊരു കുറവ് തന്നെയാണ്. ഇപ്പോൾ ഈ ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എത്ര വർഷമായി? ഓർക്കസ്ട്ര ഏകദേശം ഒരു 65 കൊല്ലം ആയിട്ടുണ്ടോ. ഇപ്പോൾ ഓർക്കസ്ട്ര ഏതാ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ണൂർ സംഗീത ഓർക്കസ്ട്ര, അതായത് KSO മ്യൂസിക് ബാൻഡ്. അതിനകത്ത് ഏതാ ഐറ്റം ഞാൻ ചെയ്യുന്നത്? കീബോർഡ് ആർട്ടിസ്റ്റായിട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് പാട്ടും പാടും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപേരും പാടിയാൽ? ഓ, തീർച്ചയായും. ഏതാ പാട്ട് പാടുന്നത്? ഫാദർ മലബാറിൽ പിന്നെ ഫസ്റ്റ് സംഗീതം മാപ്പിളപ്പാട്ടിന് സംഗീതം ചെയ്തത് നമ്മളെ ഫാദറാണ്. മലബാറിൽ അത് കഴിഞ്ഞിട്ടാണ് പല മ്യൂസിക് ഡയറക്ടറും വന്നത്. ചാന്ത് ഭാഷ മറ്റേ അങ്ങനെയുള്ള പല ആർട്ടിസ്റ്റുകളും വന്നത് ഫാദർ കഴിഞ്ഞതിന് ശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അതുപോലെ തന്നെ ഈ താരാട്ട് ഗാനം ഫസ്റ്റ് കണ്ണൂർ ജില്ലയിൽ, അതായത് മലബാർ ഏരിയയിൽ സംഗീതം ചെയ്തതും നമ്മളെ ഫാദർ തന്നെയാണ്. അതിലൊരു സോങ് ഞാൻ ആലപിക്കാം. മോണ കാട്ടി നീ ചിരിച്ച ഉമ്മാൻ്റെ കൽവിൽ തേൻ ചൊരിയും, നാണമായി നീ മൊഴിഞ്ഞാൽ ഉമ്മ നിനക്കായി പാൽ ചൊരിയും. മോളെ ഉറങ്ങ് മോളെ സുഖമായി ഉറങ്ങ് മോളെ, മോളെ ഉറങ്ങ് മോളെ സുഖമായി ഉറങ്ങ് മോളെ, മോണ കാട്ടി നീ ചിരിച്ചാൽ ഉമ്മാൻ്റെ കൽവിൽ തേൻ ചൊരിയും, നാണമായി നീ മൊഴിഞ്ഞാൽ ഉമ്മ നിനക്കായി പാൽ ചൊരിയും. ഈ ഗാനം ആലപിച്ചത് റൌഫ് തളിപ്പറമ്പാണ്. പിന്നെ ഇത് എഴുതിയത് നമ്മുടെ MM കാലിക്ക അവരായിരുന്നു എഴുതിയത്. പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം തലേന്ന്, അതായത് രാത്രിക്ക് രാത്രി 10 പാട്ട് സംഗീതം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കാസറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ബാഷ്പാഞ്ജലി എന്നായിരുന്നു. അതിൽ ഏകദേശം 1 ലക്ഷം കാസറ്റോളം വിപണിയിൽ ചിലവായിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അന്ന് മാതങ്കി സ്റ്റുഡിയോ എന്നാണ് അത് സോങ് ചെയ്തത്, 10 പാട്ട് ചെയ്തത്. എഴുതിയത് മനോമോഹനൻ എന്നുള്ള ആളായിരുന്നു. പിന്നെ പാടിയത് ചന്ദ്രശേഖരൻ, കണ്ണൂരിലെ ഗായകനാണ് ചന്ദ്രശേഖരൻ. പിന്നെ പട്ടുവ മുസ്തഫ, പിന്നെ അങ്ങനെ അജിത ബെഞ്ചമിൻ, അങ്ങനെ ആ 3 പേരാണ് അതിൽ പാട്ടുകളൊക്കെ ആലപിച്ചിരുന്നത്. മലബാറിൽ തന്നെ ഫസ്റ്റ് ഇറങ്ങിയ മാപ്പിളപ്പാട്ടാണ് ഞാൻ ഇവിടെ പാടുന്നത്. അത് അച്ഛൻ സംഗീതം ചെയ്തതാണ്. മണവാട്ടി പെണ്ണെ നിൻ്റെ ചാരത്തണയുവാൻ മണവാളൻ ചമയുന്നുണ്ടേ, പെണ്ണെ നിൻ്റെ മണവാളൻ ചമയുന്നുണ്ടേ, മനസ്സിൻ്റെ മലർക്കാമ്പിൽ ആശാ പേരത്തുള്ള മണവാളൻ ചമയുന്നുണ്ടേ, പെണ്ണെ നിൻ്റെ മണവാളൻ ചമയുന്നുണ്ടേ. ഈ പാട്ടിന് ശേഷമാണ് ഇതേപോലത്തെ ട്യൂണിൽ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മലബാറിൽ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ അന്നത്തെ ബാബുക്കായിട്ട് നമ്മുടെ ഫാദർ ഭയങ്കര കമ്പനിയായിരുന്നു. ഒരുപാട് പാട്ടുകൾ ബാബുക്കക്ക് കുറേ പാട്ടുകൾ അധികം ഉണ്ടെങ്കിൽ നമ്മളെ ഫാദറാണ് സംഗീതം ചെയ്തിട്ട് സഹായിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ബാബുക്ക നമ്മുടെ ഫാദർക്ക് ഹാർമോണി ചക്രവർത്തി എന്ന് പേരിട്ട് കൊടുത്തിന്.
അന്നത്തെ കാലത്ത്. അതായത് താളിക്കാവിൽ നിന്നാണ് ആ പേര് കൊടുത്തത്. അപ്പോൾ ബാബുക്ക് പറഞ്ഞു വെച്ചാൽ വത്സരാജ് നീയല്ല, ഞാനല്ല ബാബുരാജ്, നിങ്ങളാണ് ബാബുരാജ്, നിങ്ങൾക്കൊരു ഹാർമോണി ചക്രവർത്തി എന്ന് പേര് ഞാൻ നൽകിയിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പേര് അന്ന് ഫാദർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുക്ക. അച്ഛനങ്ങനെ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സംഗീത ഓർക്കസ്ട്രയിൽ ഇപ്പോൾ ആരൊക്കെയാണ് മെയിനായിട്ടുള്ളത്? ഇപ്പം ഞാൻ കീബോർഡ് വായിക്കുന്നു, പിന്നെ എൻ്റെ ഏട്ടൻ തബലിസ്റ്റാണ്, അദ്ദേഹം തബല വായിക്കുന്നു, നമ്മൾ നേരത്തെ സംസാരിച്ചത്. പിന്നെ അനുജൻ സൂരജ്, പ്രേം സൂരജ്, അവനാണ് റിതം ആർട്ടിസ്റ്റ്. പിന്നെ നമ്മുടെ അടുത്ത ബന്ധുവാണ് പ്രേമാട്ടൻ നമ്മളെ ഡ്രംസ് വായിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ പാട്ടുകാരൊക്കെ വെച്ചാൽ നമ്മളെ പൊള്ളാച്ചി മുത്തുവിൻ്റെ വൈഫ് ദിൽജിഷ, പിന്നെ അനുജൻ്റെ മുത്തു നമ്മളെ അടുത്ത ബന്ധുവാണ്. എൻ്റെ നമ്മൾ അളിയനായിട്ട് വരും. എൻ്റെ അനുജൻ്റെ അളിയനാണ്. പിന്നെ അനുജൻ്റെ ഭാര്യ ദിൽജിന, അവളാണ് ഗായിക. പിന്നെ ഏട്ടൻ്റെ മോൾ അഞ്ജന, അവളാണ് സെക്കൻഡ് ഗായിക. അങ്ങനെ ഇപ്പം നല്ല ഓർക്കസ്ട്ര നല്ല മോശമില്ലാത്ത രീതിയിൽ പോകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംഗീത കുടുംബം അല്ലേ, എല്ലാവരും കലാകാരന്മാരാണ്, എല്ലാവരും സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ്. ഇപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാറുണ്ട്. ഇപ്പോൾ ഒരുപാട് നല്ല പാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അമ്മയോടൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സംഗീത കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഓരോ പാട്ടുകളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പേര്? എൻ്റെ പേര് പ്രേം സൂരജ്. നമ്മുടെ മൂന്നാമത്തെ മോനല്ലേ? മൂന്നാമത്തെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സംഗീത സഭയുടെ, അല്ല സംഗീത സഭയല്ല, സംഗീത കുടുംബത്തിന്റെ യാത്രകളൊക്കെ എങ്ങനെയുണ്ട്? യാത്രകൾ എന്ന് വെച്ചാൽ മനോഹരമാണ്. അതായത് ഞാൻ ഇപ്പം ഫീൽഡിൽ വന്നിട്ടൊരു 30 കൊല്ലമായി. 30 കൊല്ലം. അതിൽ ഞാൻ ചെറുപ്പത്തിൽ ഈ റിതം ആർട്ടിസ്റ്റായിരുന്നു. റിതം ആയിട്ടാണ് ഇപ്പം പിന്തുടരുന്നത്. ബാക്കിയുള്ള ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പ്രോഗ്രാമും പിന്നെ ഒരു 10 വർഷം ഇൻസ്ട്രക്ടറായിട്ടും ഉണ്ടായിരുന്നു. അതായത് കീബോർഡ്, ഗിറ്റാർ, ഡ്രംസ് ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു യാത്ര തന്നെയാണ്. നല്ല യാത്രയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സീസണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈ സീസൺ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സീസണായിരുന്നു. അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു. അമ്മയാണ് അടുത്തിരിക്കുന്നത്. അമ്മ നല്ലൊരു കലാകാരിയാണല്ലേ? അമ്മയും കലാകാരിയാണ്, അച്ഛൻ്റെ ഒപ്പം കൂടിയിട്ട്. അമ്മയുടെ പേര് പ്രേമജ. അപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയുണ്ട് അമ്മ, നമ്മുടെ ഒരു സംഗീതത്തിന്റെ യാത്രകളൊക്കെ? ഇവന്റെ ഇഷ്ടത്തിനാണ് കമ്പോസർ. ആദ്യം ഗിത്താറാണ് പഠിച്ചത്. അതെ. പിന്നെ ഇവന്റെ ഇഷ്ടത്തിനാണ് പിന്നെ കമ്പോസർ പഠിച്ചിട്ട് വായിക്കാൻ തുടങ്ങിയത്. പാട്ടൊക്കെ പാടുമോ? പാട്ടങ്ങനെ പാടില്ല, എന്നാലും അത്യാവശ്യം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ വത്സരാജ് സാറിൻ്റെ കൂടെയുള്ള ഒരു യാത്രയും അദ്ദേഹത്തിൻ്റെ കലാജീവിതമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കുറേ കാലം മുമ്പ് നാടകത്തിലെ പിന്നെ കമ്പോസർ പാട്ട് സംഗീതം ചെയ്തല്ലോ പറഞ്ഞു. നാടകത്തിൻ്റെ കുറേ സ്റ്റേജിലും നാടകം പണ്ട് കാലത്ത് നാടകമെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അലവിൽ ദേശീയ സമിതി. അപ്പോൾ ഇപ്പം മക്കളും കൊച്ചുമക്കളൊക്കെ കൂടി ഒരു സംഗീത കുടുംബമായി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? നല്ല നല്ല അടിപൊളിയാണ്. അമ്മ പാട്ട് പാടും? ഇല്ല, ഞാൻ പാടുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും പാടാൻ അറിയില്ല. പാടുന്നില്ല. മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ട് പാടാൻ അല്ലേ? അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമ്മൾ പാരമ്പര്യമായിട്ട് സംഗീതം കുടുംബം അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. ഭർത്താവിൻ്റെ അമ്മ നല്ല ഹാർമോണിയം വായിക്കും. അമ്മേൻ്റെ ആങ്ങളി അങ്ങനെ തന്നെ കോഴിക്കോട് ആമ്മൂട്ടി എന്ന് പറഞ്ഞ ഭാഗവതരാണ്, ഹാർമോണിയം വായിക്കുന്നു. എൻ്റെ ഭാര്യയുടെ ഏച്ചിയും സിംഗറാണ്. ഏച്ചിയുടെ ഭർത്താവാണ് പൊള്ളാച്ചി മുത്തു. പൊള്ളാച്ചി മുത്തിന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അവരെ പരിചയപ്പെടാം. കുടുംബത്തിന്റെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അല്ലേ? അതെ, ഈ കുടുംബത്തിൽ ഞാനും ഒരു അംഗമാകാൻ ഇപ്പം അടുത്ത് എനിക്ക് സാധിച്ചു. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഈ കുടുംബത്തിൽ ഒരു അംഗമായി മാറി. ആദ്യം ഞങ്ങൾ പ്രോഗ്രാമിന് പോകാറുണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ അറിയില്ലായിരുന്നു ഞങ്ങളിങ്ങനെ എല്ലാവരും വിശ്വർമ്മ. അപ്പോൾ ഞങ്ങളൊന്ന് പാട്ട് പഠിക്കാണ്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ എന്താ ജന്മസമയത്തെ നമുക്ക് ഈ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുള്ള ഒരാളായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ഇവരെ ടീമിൽ വന്നതിന് ശേഷം പിന്നെ ഇവർ ഗാനങ്ങളുണ്ടെങ്കിൽ ബേസ് ഗിറ്റാർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗിറ്റാർ എടുത്തിട്ടോ എന്തുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ഫാമിലി ടൂർ പോകുന്ന പോലെ
ഇവർക്ക് ഡെയിലി ടൂറാണ്. നമ്മൾ ഡെയിലി ടൂർ പോകുന്ന പോലെ ഗാനമേളക്ക് ഓരോരോ എല്ലാവരും ഓർക്കസ്ട്രക്കാരാണ്, എല്ലാവരും മ്യൂസീഷ്യന്മാരാണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ എനിക്കും കൂടി നിൽക്കാൻ പറ്റില്ല, വലിയ സന്തോഷം. വൈഫാണ്. വൈഫിന് എന്താ പറയാനല്ലേ? ഒരു സംഗീത കുടുംബത്തിന്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഒരുപാട് സന്തോഷം. നമുക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ ഓരോ കഴിവ് കിട്ടിയതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നത്. പിന്നെ ഞാനും ഈ സംഗീത ഓർക്കസ്ട്രയിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓരോരുത്തർ ഫ്രീലാൻസ് ആയിട്ട് പാടുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സംഗീത ഓർക്കസ്ട്രയിലും എല്ലാതെയും പുറത്തും പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ മുത്തുവിനെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം മുത്ത് നല്ല പെർഫോം ചെയ്യുന്ന സിംഗറാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ ഉള്ളത് ഇപ്പോൾ കയ്യിൽ? നമുക്ക് പാട്ട് പാടാം അല്ലേ? ഒരു പാട്ട് പാടാം. ഓക്കെ, ഒരു ഡുയിറ്റ് സോങ്സ് ചെയ്ത് നമ്മൾ. അപ്പോൾ ഞാൻ അത്യാവശ്യം മിമിക്രി ചെയ്യായിരുന്നു. മിമിക്രിയിലൂടെയാണ് ഞാൻ ഗാനമേളയിൽ വന്നത്. അപ്പോൾ മിമിക്രി ഒരു 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 ആദ്യമ ശബ്ദാനുകരണം ഒരു സംഭവം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മുത്തു മിമിക്രി അനുകരണ കല അവതരിപ്പിക്കുകയാണ്. മിമിക്രിയിലൂടെയാണ് അദ്ദേഹം അതെ ഈ ഗാനമേള ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ മിമിക്സ് ഗാനമേളയായി. പിന്നെ ആ സമയത്ത് കരോക്ക വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ കരോക്കേൻ്റെ അകത്ത് നേരെ ഓർക്കസ്ട്രയിലേക്ക് വന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഓർക്കസ്ട്രയും ഇവരെയാണ്, സംഗീത ഓർക്കസ്ട്രയാണ് ആദ്യമായിട്ട് പാടിയത്. നമ്മളൊരു ചെറിയൊരു പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഒരു പിന്നെ KTS പടന്ന എന്ന് പറഞ്ഞ ഒരു നടൻ്റെ ശബ്ദമായിരിക്കാം. വായിൽ പല്ലില്ലാത്ത. അതെ അതെ. അവൻ്റെ പേരുകുട്ടി ഇവൻ്റെ പേരുകുട്ടി അവൻ ഏതാ എൻ്റെ പേരുകൻ വീരേന്ദ്രൻ യമുനാരെ കണ്ട് റോസാപ്പ് കൊടുക്കാൻ വന്നതാ. അടിപൊളി. അപ്പോൾ പിന്നെ നമ്മുടെ വിക്രം സാറിൻ്റെ ശബ്ദം ചെയ്യാൻ പറ്റും. നാനീ നാനോ നാനീ നാനോ നാനീനോ നാനീ നാനോ. என்ன சார், யார் தப்பு பண்ணாலும் மனுஷன் டல்லா இருக்கிற நேரம் வலிக்கிற மாதிரி என்ன ஆகுது தெரியல சார். மூச்சு முட்டாக பொட்டன மாதிரி இருக்குது. என்ன ஆகுது தெரியல சார். நான் அண்ணன் இன்னொரு நாளுக்கு யார் என்ன தப்பு பண்ணுத வச்சுக்கோ திரும்பிட்டடி. லவ் காதல் நன்றி. അടിപൊളി, ഗംഭീരം. അപ്പോൾ പാട്ടുകാരൻ മാത്രമല്ല, നല്ലൊരു മിമിക്രിക്കാരൻ കൂടിയാണ്. അപ്പം മിമിക്രിയിലൂടെ ഇങ്ങനെ മിമിക്സ് ഗാനമേള വന്നു. ഇപ്പം നാദിഷ്ക ടീമിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ കാസറ്റുകളിലെല്ലാം മിമിക്സ് ഗാനമേള വന്നു. അപ്പോൾ എല്ലാവരും വായിനെ കൊണ്ട് മ്യൂസിക് അടിച്ചിട്ട് പാടുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഈ പിന്നെ ഡോൾ വോയിസ് എല്ലാം പാടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗാനമേളയിൽ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ഡോൾ വോയിസ് ആയിട്ട് പാടുന്ന ഒരു പാട്ട് പാടാൻ. മലരേ മൗനമാ മൗനമേ വേഗമാ மலர்கள் பேசுமா பேசினாலோயமா அன்பே மலரே மௌனமா மௌனமே വേദമാ. താങ്ക് യു. അടിപൊളി. ഒന്നും പറയാനില്ലല്ലേ? നല്ലൊരു ഗൈഡ് നമ്മളെ മുത്തുവിന് വേണ്ടി. അപ്പോൾ ഒരുപാട് പെർഫോമൻസ് ഉണ്ടല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അതെ, ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിലെ സ്മാർട്ട് സിംഗറിലെ വിന്നറാണ്. പിന്നെ ചെമ്പൈ കോളേജിലാണ് പഠിച്ചത്, മ്യൂസിക്കാണ് പഠിച്ചത്. പിന്നെ ഞാൻ 2-3 റിയാലിറ്റി ഷോ ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ണൂർ വിഷൻ്റെയും പിന്നെ ഏഷ്യാനെറ്റ് മൈലാഞ്ചി പിന്നെ മീഡിയ 1 14-ാം രാവ് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ പ്രോഗ്രാംസ് അങ്ങനെ പോകാണ്. ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോം ആയിക്കോട്ടെ. അങ്ങ് വാനക്കൂണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കളിക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചില്ലവുമായി
താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടെ വളര് വളര്. ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. ഓ അടിപൊളി, ഗംഭീരം. അപ്പോൾ ഇനി ഒരുപാട് കുട്ടി ഗായകന്മാരൊക്കെ ഗായികയൊക്കെ ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ അവരുടെ ഞങ്ങളുടെ മോള് നല്ലോണം പാടുന്നതാണ്. പിച്ച് വെച്ച് വരെയാണ് മോള് ഒരാളേ ഉള്ളൂ? ഒരാളെ ശ്രീമേധാണ് പേര്. എത്ര വയസ്സായി? ഇപ്പൊ 6 വയസ്സ്. 6 വയസ്സ്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സോങ്സ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആളെ ബൂസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് മോളെ ഐഡി? ശ്രീമേധ ശ്രീമോൾ. നമ്മളെ പ്രഷറോട് പറഞ്ഞോ അവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. നിങ്ങളെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മുത്തുവിന്റെ മകള് നല്ലൊരു പെർഫോമർ ഒക്കെ ചെയ്ത് ശ്രീമേധ അല്ലേ? നീ പറഞ്ഞു മുത്തുവിന്റെ ശ്രീമേധ ശ്രീമോൾ എന്നാണ് ഐ ഡി. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ സംഗീത കുടുംബത്തിന്റെ വളരെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുകയാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് അല്ലേ? ഇപ്പൊ കുട്ടി ഗായകരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ നമ്മളെ പേര്? അഞ്ജന. അഞ്ജന. എവിടെ പഠിക്കുന്നത്? ഞാനിപ്പം ബികോം എല്ലാം കഴിഞ്ഞു, SIP എല്ലാം കഴിഞ്ഞു. ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്താ നമ്മളെ പേര്? അഞ്ജലി. അഞ്ജലി. എവിടെ പഠിക്കുന്നത്? അഴീക്കോട്. എത്ര ക്ലാസ്സിലാണ്? +2. നമ്മുടെ ഈ സംഗീത ഓർക്കസ്ട്ര നമ്മളെ സംഗീത ഫാമിലിയാണ്. വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഈ ഒരു ഓർക്കസ്ട്രയെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ അച്ഛനും കൊച്ചന്മാരൊക്കെ വളരെ കലാകാരന്മാരാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെ ഈ പാട്ട് പാടുമ്പോൾ പഠിക്കാനൊക്കെ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പാട്ട് പാടാനെല്ലാം ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. സപ്പോർട്ടാണ്. എന്താ അംബിഷൻ? എന്താണ് അംബിഷൻ? സിംഗർ ആക്കുക, പിന്നെ ജോബ്. മോളുടെ നല്ലൊരു പാട്ട് കരിയാണെന്നല്ലേ? അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നത്? കിളിയെ കിളിയെ. പാലാഴിപ്പാൽ കോരി സിന്ദൂരപ്പൂ തൂകി പൊൻകുഴലോതുന്നു തെന്നും തെന്നൽ. പാലാഴിപ്പാൽ കോരി സിന്ദൂരപ്പൂ തൂകി പൊൻകുഴലോതുന്നു തെന്നും തെന്നൽ. മിനിമോൾ തൻ സഖിയാവാൻ കിളിമകളെ കളമൊഴിയേ മാറിവെലു ഞാലിലാടി നിവാവാ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അടിപൊളി, അടിപൊളി, ഗംഭീരം. ഒന്നും പറയല്ല, അടിപൊളിയായി. അപ്പോൾ മോള് ഏത് പാട്ടാ പാടുന്നത്? കണ്ണാന്തുമ്പി. കണ്ണാന്തുമ്പി. എല്ലാം കണ്ണിൻ ചില്ലും കൂടുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാനെന്നും എന്റെ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കോരക്കുത്തി നുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കോരത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ. കണ്ണാം തുമ്പേ പോരാമോ എന്നോടിഷ്ടം കൂടാമോ. നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം.
തിത്തേ തിത്തേ നൃത്തം വയ്ക്കും പൂന്തങ്ങൾ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം പാട്ടിൻ്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കീനാക്കൾ നിന്നെയാണോ മനേറെ ഇഷ്ടം ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല, ഗംഭീരം, തകർത്തു. അപ്പോൾ നമ്മുടെ ഈ സംഗീത ഓർക്കസ്ട്രയുടെ യാത്രകൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും നല്ല അടിപൊളി ഗായകരൊക്കെയാണ്. എന്താ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഞാനൊരു 8 ഫിലിമുകൾ ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ 3 ഫിലിം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്ന് സീൻ നമ്പർ 36 മാളവിക വീട്, പിന്നെ 3-ാം പ്രളയം, അതുപോലെ തന്നെ കൊണ്ടോട്ടിപുരം. ഇതിൽ എൻ്റെ പ്രസൻസ് അതിനകത്തുണ്ട്. സംഗീത സംവിധാനം ചെയ്തതുകൊണ്ട്, ഓർക്കസ്ട്ര ചെയ്തതുകൊണ്ട് എല്ലാം. അപ്പോൾ പുതിയ വർക്ക് ഞാൻ ഇപ്പോൾ കോഴിക്കോട് ടീമായിട്ട് ഒരു ചെറിയൊരു കരാർ ചെയ്തിട്ടുണ്ട്. ഉടനടി ഓരോ ഫിലിം വരാണ്ട്. ഇനിയിപ്പോൾ ലോക്കർ എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങാനുണ്ട്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു സംഗീത ജീവിതം, സംഗീത കുടുംബം, ഈ ഒരു യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും സംഗീതത്തെ സ്നേഹിക്കുക അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ മറ്റുള്ള, അതായത് ലഹരി പദാർത്ഥങ്ങളിൽ അങ്ങനെ ഇങ്ങനെ പോകുന്നതിന് പകരം കുറച്ച് സംഗീതത്തെ അഭ്യസിച്ച് എല്ലാ കുട്ടികളെയൊക്കെ ഒന്ന് ആ ഒരു ഇതിലേക്ക് നീക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളുടെ സംഗീതത്തെ സ്നേഹിച്ചിട്ട് കൂടുതൽ ലഹരി പദാർത്ഥം അങ്ങോട്ടൊന്നും പോകാത്ത വ്യക്തികളാണ് നമ്മൾ കുട്ടികളെല്ലാവരും. സംഗീതമാണ് ലഹരി. ആ ഒരു മെസ്സേജാണ് ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എക്കോ പാർക്കിലാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണൂർ സംഗീത് ഓർക്കസ്ട്രയിലെ കുടുംബാംഗങ്ങളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 65 വർഷക്കാലമായി നമ്മുടെ ഈ മലബാറിൽ, നമ്മുടെ ഈ കണ്ണൂർ വത്സരാജ് സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് തുടങ്ങി വെച്ച ഈ ഒരു സംഗീത ഓർക്കസ്ട്ര യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള ടീം നൽകുകയാണ്. ഇനിയും ഒരുപാട്, ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ സംഗീതമാണ് ലഹരി. ഈ ലഹരിയാകട്ടെ ഇനിയുള്ള തലമുറയിലേക്ക് സംഗീതമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയ ആളാണ്. എന്താ പേര്? രതീഷ് വള്ളിയാർ. കലാകാരനാണ്. ഞാൻ 2-3 ആൽബങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വർക്കിൻ്റെ ഇതിലാണ് ഉള്ളത്. 1-2 ആഴ്ച കൊണ്ട് പുതിയ ഒരു ആൽബം കൂടെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ട്രൂ മീഡിയ കേരളയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുടുംബക്കാരെ മൊത്തത്തിൽ ഈ കലാകാരന്മാരെ എല്ലാവരും ഒരുമിച്ച് ഒറ്റ പുടക്കീഴിൽ കൊണ്ടുതരാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ, ഞാൻ 7 മണി മുതൽ ഞാൻ താങ്കളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, കാരണം ഇവർ കാസർഗോഡ് പരിപാടിയായിരുന്നുകൊണ്ട് പിന്നെ അവർക്ക് വരാൻ ബുദ്ധിമുട്ടായി. പിന്നെ അതുകൊണ്ടാണ് 10 മണിയായി കഴിഞ്ഞത്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസം എന്തായാലും മാറിക്കാം. നല്ലൊരു ദിവസമാണ്, നല്ലൊരു നിമിഷങ്ങളാണ്, നല്ലൊരു സന്തോഷമുള്ള ദിവസം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മേനെല്ലാം പിന്നെ ഈ നമ്മളെ ഈ ഒരുമിച്ചുള്ള വീഡിയോയിലൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷമായി. വളരെ നിങ്ങളെ പിന്നെ ഈ ട്രൂ മീഡിയ കേരള പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി തന്നതിന് അത് നന്ദി ഞാൻ പറയുന്നു. അത്രേ. അപ്പോൾ നമ്മുടെ കുട്ടി കലാകാരന്മാരുണ്ടല്ലേ, മക്കളാണ്. എന്താ ഇവരുടെ പേര്? ഒരാൾ സങ്കീർത്ത്, ഒരാൾ ത്രിത. രണ്ടാളും പിന്നെ കലാകാരന്മാരാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വയലിൻ പഠിക്കുന്നുണ്ട്, കീബോർഡ് പഠിക്കുന്നുണ്ട്, ഡാൻസ്, കളരി, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. എല്ലാം ഉണ്ട്. ഇതൊക്കെ ലഹരിയാണ്. അതെ, ലഹരിയാണ്. അപ്പോൾ നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു സംഗീത് ഓർക്കസ്ട്ര ഇവിടെ നമുക്ക് മുമ്പിൽ, നമ്മുടെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ മുത്തുവിൻ്റെ പെർഫോമൻസിൻ്റെ ഒക്കെ നല്ലൊരു ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഒരു പെർഫോമൻസോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
നമുക്കൊരു വലിയ സ്റ്റേജും ഒരു സെറ്റപ്പും ഇനി ആരാ പാടുന്നത്? സൗണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കായിരുന്നു. പക്ഷെ നമ്മൾ ഉള്ള ഒരു പരിമിതി വെച്ചിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളും അടിപൊളിയാക്കാം. ഓണവില്ലിൻ തമ്പുരു മീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും മതിലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു മീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും മതിലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു മീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കൾ വിടരും വീടാണീ വീട്. കണ്ണൂർ സംഗീത് ഓർക്കസ്ട്രയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മുടെ ഇരിട്ടി എക്കോ പാർക്കിലാണ് ഇന്ന് ഈ കുടുംബത്തെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ 65 വർഷത്തിൽ ഏറെയായി മലബാറിൻ്റെ ഒരു ഓർക്കസ്ട്രയായി മാറിക്കഴിഞ്ഞ നമ്മുടെ ഈ ഒരു സംഗീത് ഓർക്കസ്ട്രയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓർക്കസ്ട്രയ്ക്ക് ഈ കുടുംബ അംഗങ്ങൾക്കും എല്ലാം കലാരംഗത്ത് ഇനിയും മികച്ച മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗായകർക്കും, കൊച്ചു ഗായകർക്കും വലിയ ഗായകർക്കും ഈ ടീമിനും എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ടീം ട്രൂ മീഡിയ. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.